അർജുൻ ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ രാത്രി എന്തൊക്കെയാണ് സംഭവിച്ചത്, അതുപോലെ തന്നെ ലൈവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോക്ക് ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. എന്തായാലും ഇന്നലെ അതായത് ലാലേട്ടന്റെ ബർത്ത്ഡേ പ്രമാണിച്ചുള്ള ഡാൻസിനുള്ള ടീമൊക്കെ തിരിച്ചിട്ടുണ്ട്. സോ എന്തായാലും അറിയാതെ അറിയാതെ ഈ പവിഴവാർ തിങ്കൾ അറിയാതെ ഈ പാട്ടിനാണ് അർജുനും ശ്രീതുവും ഡാൻസ് കളിക്കുന്നത്. ഇന്നലെ ലൈവിൽ ഒരുപാട് നേരം ഇവര് ഒരുമിച്ച് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ എന്തായാലും കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ശ്രീതു തന്നെയാണ് കൊറിയോഗ്രാഫിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്നലെ ലൈവില് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഒരു നമുക്കറിയാം അർജുന്റെ ആ ഒരു ദോശ ഇങ്ങനെ പിച്ചിടാനുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇന്നലെ ശ്രീതു അർജുന് വേണ്ടി ആ ഒരു ദോശയും കാര്യങ്ങളൊക്കെ പിച്ചിടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇന്നലെ അത് കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇന്നലെ രാത്രി തൊട്ട് പിന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ തരംഗമാണ്. അതായത് ഇവരുടെ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. അതിനിടയിൽ ആ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഇവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. മീൻസ് കളിയാക്കുന്നതെന്ന് വെച്ചാൽ സായിയൊക്കെ ഇങ്ങനെ എന്താന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഇവര് സ്കീഡ് അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു ബാത്റൂമിന്റെ ആ ഒരു ഗ്ലാസ്സിൽ നോക്കി അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹാളിൽ വെച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ്. ലാലേട്ടൻ അതെ May 21, അതെ മെയ്യിലാണല്ലോ പല പല മഹാന്മാരും ജനിച്ചിരിക്കുന്നത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ. എന്തായാലും ലാലേട്ടന്റെ ബർത്ത്ഡേ അനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ആദ്യം ടീം തിരിക്കുന്ന സമയത്ത് തന്നെ ഇവർക്ക് ടീമിൽ ഒരുമിച്ച് ആവണമെന്നുണ്ട്, പക്ഷെ ഇവർക്കത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം മെല്ലെ മെല്ലെ നൈസായിട്ട് അങ്ങനെ പറഞ്ഞു വന്നപ്പോ ജാസ്മിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഊട്ടിപ്പട്ടണത്തില് അർജുനോട് കളിക്കാനൊക്കെ. അർജുൻ പറഞ്ഞു അത് ഭയങ്കര ടഫ് സ്റ്റെപ്പാ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല, അതിന് ഋഷിയാണ് ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അർജുൻ ആ ഒരു പാട്ടിൽ നിന്ന് നൈസായിട്ട് തടിയൂരുന്നൊക്കെ നമുക്ക് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ തന്നെ അതായത് ഇവരുടെ ആ ഒരു നമ്മൾ കുറച്ച് ദിവസമായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഇങ്ങനെ മീൻസ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്ത രീതിയിലൊക്കെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഇവരുടെ വൈബില് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് നല്ല രീതിയിലുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും കൂടുതൽ വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ. പിന്നെ ഇന്നലെ അതേപോലെ ലൈവില് സിജോ പറയുന്നുണ്ടായിരുന്നു ശ്രീതുവിന്റെ അമ്മ വന്നപ്പോൾ ശ്രീതു 12ാമത്തെ ആഴ്ചയിൽ പോകുന്നൊക്കെയുള്ള രീതിയിൽ ഒരു തമാശയായിട്ടായിരിക്കും പറഞ്ഞെന്നുള്ള രീതിയിൽ. അപ്പൊ അർജുൻ പറയുന്നുണ്ടായിരുന്നു അധികം ഇങ്ങനെ തമാശ പറയണ്ട എന്നുള്ള രീതിയിൽ ഒരു ഡെയിലൊക്കെ അവിടെ അർജുൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ഇതൊക്കെയാണ് ഇന്നലെ ലൈവിൽ നടന്നത്. പിന്നെ ഇന്നലെ ജാസ്മിന്റെയും അതുപോലെ തന്നെ റസ്മിന്റെയും അവർ വന്ന് ആ ഒരു ഇന്നലത്തെ ആ എപ്പിസോഡ് ലൈവ് മീൻസ് സൺഡേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വലിയൊരു കണ്ടന്റ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അങ്ങനൊരു രീതിയിൽ പോയത്. പിന്നെ അവസാനം ആ ഒരു ടിക്കറ്റ് ഫിനാലിലെ ടാസ്ക് ഉണ്ടായിരുന്നു. അതിലും അർജുനും ജാസ്മിനും ആയിരുന്നു ടീം. അവർ നല്ല രീതിയിൽ ആ ഒരു ബോൾ വെച്ച് നല്ല രീതിയിലൊരു ടാസ്ക് പെർഫോമൻസ് അവിടെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു ടാസ്ക് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ടിക്കറ്റ് ഫിനാലിലെ 6ാമത്തെ ആ ഒരു ടാസ്ക് വിൻ ചെയ്തത് അർജുനും ജാസ്മിനുമാണ്. നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നെ ജഡ്ജായിട്ട് ജിൻഡോ ആ ഒരു ടീമിന് മീൻസ് അല്ലെങ്കിൽ സാധാരണ ഒരു ഫെയറിനെക്കാൾ മീൻസ് നല്ല തേച്ച് വൃത്തിയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കുന്ന ജിൻഡോ പക്ഷെ നല്ല രീതിയിൽ അത് നോക്കി എന്നുള്ളതാണ്. അപ്പം എല്ലാവരും നല്ല രീതിയിൽ ജഡ്ജസ് നല്ല രീതിയിലൊക്കെ അത് നോക്കി ആ ഒരു ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് അർജുന്റെ ടീമായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ അവർ ആ ടാസ്ക് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ ലൈവിലും കാര്യങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. ബൈ ഗൈസ്.